മനുഷ്യജീവിതത്തിൻ്റെ നൈതികതയെയും കുട്ടികളുടെ മനോവിചാരങ്ങളെയും കാവ്യാത്മകമായി അപഗ്രഥിച്ച ഖലീൽ ജിബ്രാൻ ഇങ്ങനെ കുറിച്ചിട്ടു: നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, ജീവിതത്തിന് സ്വന്തം നിലനിൽപ്പിനോടുള്ള പ്രണയത്തിൽ നിന്ന് ജനിച്ച കുട്ടികളാണവർ. നിങ്ങളിലൂടെയെങ്കിലും അവർ വരുന്നത് നിങ്ങളിൽ നിന്നല്ല. നിങ്ങളോടൊപ്പമെങ്കിലും അവർ നിങ്ങൾക്ക് സ്വന്തമേയല്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹം നൽകാം, പക്ഷേ നിങ്ങളുടെ ചിന്തകൾ അരുത്. എന്തെന്നാൽ അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. അവരുടെ ശരീരങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് വീടുകളൊരുക്കാം, പക്ഷേ അവരുടെ ആത്മാക്കളെ നിങ്ങൾക്ക് കൂട്ടിലൊതുക്കാനാവില്ല. എന്തെന്നാൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും അപ്രാപ്യമായ ഭാവിയുടെ ഭവനങ്ങളിലാണ് അവരുടെ ആത്മാക്കൾ വസിക്കുന്നത്. അവരെ പോലെയാകാൻ നിങ്ങൾക്ക് ശ്രമിക്കാം, എന്നാൽ ഒരിക്കലും അവരെ നിങ്ങളെപ്പോലെയാകാൻ ആഗ്രഹിക്കരുത്. എന്തെന്നാൽ ജീവിതം ഒരിക്കലും പുറകിലേക്ക് പറക്കുന്നില്ല. നിങ്ങൾ വില്ലാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് കുട്ടികൾ. വില്ലിന് ഉറപ്പുണ്ടെങ്കിലേ അമ്പുകൾ ലക്ഷ്യം കാണൂ. അതിനായി ഉള്ളിൽ തട്ടിയ സന്തോഷത്തോടെ നിന്നുകൊടുക്കുക. സ്നേഹവും ആർദ്രതയും സഹാനുഭൂതിയും വിസ്മൃതിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ പെരുമഴ പോലെ പെയ്തിറങ്ങുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ പൊൻകിരണങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങി ഭാവി ഭാരതത്തിൻ്റെ ഭാഗധേയമാവാനുള്ള കരുത്ത് കുട്ടികളിൽ സന്നിവേശിപ്പിച്ച കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ബാലസഭയുടെ സംസ്ഥാനതല ഫ്ലാഗ്ഷിപ്പ് പരിപാടി കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി. പാലക്കാട് ടൗൺ ഹാളിൽ നടന്ന ബാലസഭ ചലിക്കുന്ന ലോകത്ത് ചിന്തിക്കുന്ന പൗരന്മാരായി വളരാനുള്ള പ്രചോദനമാണ് കുഞ്ഞു മനസ്സുകളിൽ നിറച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യ പുരോഗതി, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള കുടുംബശ്രീ മിഷന്റെ ശ്രദ്ധേയമായ ദൗത്യമാണ് ബാലസഭകൾ. ബാലസഭയുടെ സംസ്ഥാനതല ഫ്ലാഗ്ഷിപ്പ് പരിപാടി ദേശീയ കായിക താരം PU ചിത്ര നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ഭദ്രദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ A മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതിയുടെ ചെയർമാനും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MN ഗോകുൽദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീയുടെ 16ാം വാർഷികത്തിന്റെ ഭാഗമായി മുൻപൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം നടത്തുന്ന നൂതനമായ പദ്ധതിയാണ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് ബാലസഭ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് എൻ്റെ ഭാരവാഹികളോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. പാലക്കാട് ജില്ലയ്ക്ക് ലഭിച്ചിട്ടുള്ള ബാലസഭ എന്ന ഈ പ്രോഗ്രാം ഞങ്ങളിത് ഏറ്റെടുക്കുമ്പോൾ കുടുംബശ്രീയുടെ 16 വർഷത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾ, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഈ പരിപാടി ഭരണകൂടങ്ങൾ മാറി മാറി വന്നപ്പോഴും ആടി ഉലയാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനം ഒട്ടനവധി മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ബാലസഭയുടെ മേഖലയിൽ ആ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്മ പരിശോധനയ്ക്ക് കൂടിയാണ് നാം ഇന്നിവിടെ
ഒത്തുകൂടിയിരിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ബാലസഭയിൽ നടന്ന ബാലപാർലമെന്റ് ചിന്തോദ്ദീപ്തമായ തലങ്ങളിലൂടെയാണ് കുട്ടികളെ കൈപിടിച്ചുയർത്തിയത്. കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികളുടെ കൂട്ടായ്മയായ ബാലസഭയുടെ ബാലപാർലമെന്റ് നല്ലൊരു ഇന്ത്യ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തിന് പ്രചോദനമേകുകയായിരുന്നു. പ്രധാനമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ബാലപാർലമെന്റിൽ കുട്ടികൾ തന്നെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് മുതിർന്നവരിലും കൗതുകമുണർത്തി. പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധവും ജനാധിപത്യ കാഴ്ചപ്പാടും കുട്ടികൾ ബാലപാർലമെന്റിൽ അനായാസമായി അവതരിപ്പിക്കുകയുണ്ടായി. വർത്തമാനകാല സമൂഹത്തിൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അകത്തളങ്ങളിലേക്ക് അവർ തന്നെ സ്വയം ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. വിവിധ ജനാധിപത്യ സംവിധാനങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ച് സ്വന്തമായി അഭിപ്രായ രൂപീകരണം നടത്താനും കുട്ടികളെ പ്രാപ്തരാക്കാനും ബാലപാർലമെന്റ് വേദിയായി. സമൂഹത്തെ ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കാനും ഗ്രൂപ്പടിസ്ഥാനത്തിൽ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യത്തെ പൊതുവായ ആശയവുമായി അവതരിപ്പിക്കാനും ഭരണഘടനാപരമായ കുട്ടികളുടെ അവകാശങ്ങൾ തിരിച്ചറിയാനും നേതൃനിരയിലേക്ക് കുട്ടികളെ ഉയർത്താനുള്ള പരിശീലന വേദിയായി ബാലപാർലമെന്റ് മാറുകയായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യം നൽകേണ്ട വിഷയമാണല്ലോ മാലിന്യ സംസ്കരണം. ആധുനിക രീതിയിൽ കാര്യക്ഷമമായി നിർവഹിക്കേണ്ട ഒരു പരിപാടിയെക്കുറിച്ചും നയപ്രഖ്യാപന രേഖയിൽ പരാമർശിച്ചു കണ്ടില്ല. സർക്കാർ ആശുപത്രി ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും കുറവുകൾ നികത്താൻ ആവശ്യമായ ഒരു നടപടികളും ഈ നയപ്രഖ്യാപനയിൽ കാണാൻ കഴിയുന്നില്ല. സാർ, ഈ രേഖയിൽ വെറും പ്രസ്താവനകൾ മാത്രമല്ലാതെ ഏത് രീതിയിൽ നടപ്പിലാക്കും എന്നതിനെ കുറിച്ചോ അതിലേക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. രാജ്യത്തിന്റെ സർവോത്തമമുഖമായ പുരോഗതി ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ സ്വാഗതാർഹമാണ്. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും നൽകുന്നു. ആരോഗ്യ മേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ബാലവേട്ട നിരോധിക്കാനും ഈ സമ്മേളനകാലത്ത് തന്നെ ബില്ല് കൊണ്ടുവരും എന്ന പ്രഖ്യാപനം സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണകരമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതേ അർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. குழந்தைகள் இன்று வேலைக்கு போகிறார்கள். அவர்கள் வேலைக்கு போவது தெரிந்தாலும் தெரிந்தவர்கள் முக்கியமான ஆட்களிடம் வெளிப்படுத்துவதில்லை. இது போன்ற சம்பவங்கள் இன்றும் நம் சட்டத்தில் நடந்து கொண்டே இருக்கிறது. இதை தடுக்கும் சட்டம் இருந்தாலும் அதை அந்தந்த சமயத்தில் பயன்படுத்துவதில்லை. നയപ്രഖ്യാപന രേഖ പാസാക്കല്ലേ? ശബ്ദത്തോടുകൂടി നയപ്രഖ്യാപന രേഖ പാസാക്കിയതാണ്. ബാലസഭാ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി നടന്ന സെമിനാർ ഏറെ ശ്രദ്ധേയമായി. വൈവിധ്യമാർന്ന തലങ്ങളിൽ കുട്ടികളുടെ സർഗാത്മകതയെ പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് സെമിനാർ ഊന്നൽ നൽകിയത്. സെമിനാറിൽ CWCC ചെയർമാൻ PO ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരനായ ശ്രീകൃഷ്ണപുരം മോഹൻദാസ് മോഡറേറ്ററായിരുന്നു. സെമിനാറിൽ ഉയർന്നു വന്ന വ്യത്യസ്തമായ വിഷയങ്ങൾക്കനുസൃതമായ ആശയ സംയോജനം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു. സ്നേഹസുരഭിലമായ ജീവിത സംസ്കൃതിയുടെ അനുരണനങ്ങൾ നിറഞ്ഞു നിന്ന കൂട്ടുകുടുംബത്തിൽ നിന്നും വഴിമാറി ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് ഓരോ കുടുംബവും പറിച്ചു നടപ്പെട്ടതോടെ സ്നേഹരാഹിത്യത്തിന്റെ ദൈന്യത അനുഭവിക്കേണ്ടി വന്നത് കുട്ടികൾക്കാണ്. ശാസ്ത്രവും ടെക്നോളജിയും വളർച്ചയുടെ പടവുകളിലൂടെ കുതിച്ചു കയറുമ്പോൾ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നടക്കുന്ന നന്മയും തിന്മയും തിരിച്ചറിയാതെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഊർജം എന്തെന്നറിയാതെ മാനവികതയുടെ മഹനീയ മന്ത്രണങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികൾ വഴിമാറിപ്പോവരുതെന്ന സുദൃഢമായ സന്ദേശമുള്ള ബാലസഭയിലെ ഓരോ പ്രഭാഷണങ്ങളും കുട്ടികളുടെ ചിന്തകളിൽ വെളിച്ചം പകർന്നു. ശരിയും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പലപ്പോഴും ക്ലാസ് മുറിയുടെ 4 ചുമരതിരുകൾക്കുള്ളിൽ വീർപ്പുമുട്ടേണ്ടി വരുന്ന കുട്ടികൾക്ക് പരിസ്ഥിതിയുടെയും സാംസ്കാരിക ചരിത്രപരതയുടെയും മഹാസാഗരത്തിൽ നിന്നും കഥകളും പാട്ടും കളികളും ഹൃദയതടങ്ങളിൽ സന്നിവേശിപ്പിച്ച്
നിറമുള്ള വിജ്ഞാനത്തിൻ്റെ സ്വപ്ന വഴികളിലൂടെ കുട്ടികളെ കൈപിടിച്ചുയർത്താനാണ് ബാലസഭ നേതൃത്വം നൽകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വളരെ ആകുലതയും വളരെ ആകാംക്ഷയും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കുട്ടികൾക്കെതിരെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി നടക്കുന്ന അതിക്രമങ്ങൾ. ഈ അതിക്രമങ്ങൾ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പത്രങ്ങളിൽ വരുന്ന, മാധ്യമങ്ങളിൽ വരുന്ന കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ വാർത്തകളിൽ നല്ലൊരു ഭാഗം തന്നെ സത്യമുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മാധ്യമ സൃഷ്ടിയായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിശയോക്തി ഉണ്ടാകാം, ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ കുട്ടികൾക്കെതിരായി നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഗൗരവമായ രീതിയിൽ അതിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. ശാരീരികമായിട്ടുള്ള പീഡനങ്ങളാകാം, മാനസികമായിട്ടുള്ള പീഡനങ്ങളാകാം, ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളാകാം. ഇത് തടയുന്നതിന് കുടുംബശ്രീ, ബാലശ്രീ പോലുള്ള സംവിധാനങ്ങൾക്ക് വളരെ വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. തൃശ്ശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ധാരാളം കുട്ടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ബാലശ്രീയുടെ അജണ്ടയിലേക്ക് കുട്ടികൾക്കെതിരായിട്ടുള്ള ക്രൂരതകൾ തടയുന്നതിനുള്ള വളരെ ഭാവനാപൂർവമായിട്ടുള്ള, വളരെ മാതൃകാപരമായിട്ടുള്ള നടപടികൾക്ക് രൂപം കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് നമ്മൾ അന്വേഷിക്കണം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് പ്രാവീണ്യം നൽകി പൊതുവേദികളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള കഴിവ് ബാലസഭകളിലൂടെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു. കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികളുടെ സംഘമാണ് ബാലസഭ. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കൂട്ടായ്മയാണ് ബാലസഭ. അത് 3 അയൽക്കൂട്ടങ്ങൾക്ക് ഒരു ബാലസഭ എന്നുള്ള എൻ്റെ കണക്ക്. കുടുംബശ്രീ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. നമ്മുടെ മുമ്പിലുണ്ട് കുടുംബശ്രീ. ഇനി നാളെ ഭാവിയിലെ കുടുംബശ്രീ എന്തായിരിക്കും എന്ന് നമ്മൾ കണക്കാക്കുന്നത് ഇന്നത്തെ ബാലസഭയിലെ കുട്ടികളുടെ നിലവാരം അനുസരിച്ചാണ്. വരാനിരിക്കുന്ന 10, 15, 20 വർഷക്കാലത്തിന് ശേഷം നമ്മുടെ കുടുംബശ്രീ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഇപ്പൊ കണക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ നിലവിലുള്ള ഇന്നത്തെ ബാലസഭയിലെ കുട്ടികളെ വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കുകയും പരിപോഷിക്കുകയും ചെയ്താൽ മതി. അപ്പൊ ആ രീതിയിൽ നല്ല ഒരു ഇന്ത്യ വളർത്തിയെടുക്കുന്നതിന് ഇന്നത്തെ ബാലസഭ കുട്ടികൾക്ക് കഴിയും. വരാനിരിക്കുന്ന ഭാവിയിലെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് അതുവഴി നമ്മൾ സ്വപ്നം കാണുന്ന നല്ലൊരു ഇന്ത്യ, നല്ലൊരു ഭാരതം, അതിലേക്ക് വേണ്ടിയുള്ള ദീർഘകാല കാഴ്ചപ്പാടോട് കൂടെയുള്ള ഒരു പദ്ധതി നമ്മൾ ബാലസഭയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നാളത്തെ നല്ല ഇന്ത്യ അത് ഇന്നത്തെ ബാലസഭയിലൂടെ എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഏറെ ആസ്വാദ്യകരമായിരുന്നു. ബാലസഭാ യൂണിറ്റുകളിലെ കുട്ടികളാണ് ക്ലാസിക് നൃത്തരൂപങ്ങളും മണ്ണിന്റെ മണമുള്ള കലാപ്രകടനങ്ങളും മാജിക് ഷോയും അരങ്ങിലെത്തിച്ചത്. കുട്ടികളിൽ പാരിസ്ഥിതിക പ്രകൃതി സ്നേഹം വളർത്തിയെടുക്കുന്നത് വഴി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അപകടകരമാണെന്ന് തിരിച്ചറിയാനും മരം വെച്ചുപിടിപ്പിക്കൽ ജലസംരക്ഷണത്തിന് അനിവാര്യമാണെന്ന ബോധമുണ്ടാക്കാനും ബാലസഭകൾക്ക് കഴിഞ്ഞുവെന്നതാണ് യാഥാർത്ഥ്യം. കുട്ടികളിൽ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടുകൃഷി പദ്ധതികൾ വിജയകരമാക്കാനും സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ രചനാപരമായ സർഗാത്മകതയെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ബാലമാസികയായ കുറുമൊഴി എല്ലാ മാസവും പ്രസിദ്ധീകരിച്ചു വരുന്നു. കുറുമൊഴി മാസിക കുട്ടികളിൽ സർഗപരമായും കലാപരമായും ശ്രദ്ധേയമായ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പഞ്ചായത്ത്, നഗരസഭാ തലങ്ങളിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കുട്ടികൾ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നുവെന്നത് ശ്രദ്ധേയമായ നേട്ടമാണ്. வீட்டுக்காரி கேட்கும். நான் சத்தமாக பேசுறேன். என் பேரு பெரியதொரு. நானும் சத்தமாக பேசுறேன். என் பேரு கிழிநாதூரே. അവളാണ് എന്നെ പറഞ്ഞത്. കൂട്ടുകാരികളെ, നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു. എന്തിനാണ് വെറുതെ ഇല്ലാത്ത അനുഗ്രഹത്തിന്റെ പേരിൽ പൊങ്ങച്ചു നടിക്കുന്നത്? நன்றி சொல்றதா இருந்தா இந்த பொண்ணுக்கு நன்றி சொல்லுங்கம்மா.
எனக்கு ஏன்னு போற நேரத்துல நீதான் வந்து உதவி செஞ்ச. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള 75ഓളം പ്രതിനിധികളാണ് ബാലസഭ സംസ്ഥാനതല ഫ്ലാഗ്ഷിപ്പ് പരിപാടിയിൽ പങ്കെടുത്തത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എ മൊയ്തീൻ, ബാലസഭ സംസ്ഥാനതല ഫ്ലാഗ്ഷിപ്പ് സംഘാടക സമിതി ചെയർമാനും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം.എൻ. ഗോകുൽദാസ്, ബാലസഭ റിസോഴ്സ് പേഴ്സൺമാരായ കെ രാമൻകുട്ടി മാസ്റ്റർ, സി മുഹമ്മദ് അലി, സി ഹരിദാസൻ മാസ്റ്റർ, കെ കനകരാജ്, പാലക്കാട് ബാലസഭ കൺസൾട്ടന്റ് ടി.എം. ഷബാന ആസ്മി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. കുട്ടികളെ അനുസരിക്കാൻ മാത്രമുള്ള പാവകളാക്കി മാറ്റാതെ അവരുടെ സർഗവാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കണമെന്ന സന്ദേശത്തോടെയാണ് ബാലസഭ സംസ്ഥാന ഫ്ലാഗ്ഷിപ്പ് പരിപാടിക്ക് തിരശ്ശീല വീണത്.